ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വാക്കുകളുടെ ഉടമ. ബിഗ് ബോസ് മലയാളം സീസൺ 4 റൂബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. ജനമനസ്സുകൾ പെട്ടെന്ന് തന്നെ സ്ഥാനം പിടിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നാൽ പലരുടെ ഇടപെടൽ മൂലം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിക്കാതെ പുറത്തു പോവേണ്ടതായിട്ട് വന്നു. പിന്നീട് ഗസ്റ്റായിട്ട് സീസൺ 5 ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ എത്തുകയുണ്ടായി. അവിടെ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി പുറത്തു വന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രേക്ഷകരും എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി. വട്ടനാണ്, അലറൽ വീരനാണ്, മന്ദബുദ്ധിതരം വിളിച്ച് പറയുന്നവൻ, ബിഗ് ബോസ് ആണ് അവനെ ഇത്രയും സംസാരിക്കാൻ കഴിവുള്ള ഒരാളാക്കിയത്, എന്നിട്ട് ബിഗ് ബോസിനെ കുറ്റം പറയുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുള്ളിങ് നേരിട്ടൊരു വ്യക്തിയാണ് ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ. ആരോടും ഒരു പരിഭവവും പരാതി ഒന്നും പറയാതെ ഡോക്ടർ അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസൺ 5 ടൈറ്റിൽ വിന്നറായിട്ടുള്ള അഖിൽ മാരാർ ഒരു ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി സീസൺ 6 പുറത്താക്കപ്പെട്ടതിനെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൽ ബിഗ് ബോസും ഏഷ്യാനെറ്റും കാണിച്ചിട്ടുള്ള നെറികേടുകൾ എണ്ണി പറയുകയാണ് അഖിൽ മാരാർ. പലപ്പോഴും പല വീഡിയോകളിലൂടെയും ഞാനും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബിഗ് ബോസ് എന്ന് പറയുന്നത് റിയലായിട്ടുള്ളൊരു ഗെയിം ഷോ അല്ല. പ്രേക്ഷകരുടെ വിധിയൊന്നും മാനിക്കുന്നില്ല. ജനപിന്തുണ ഏറ്റുവാങ്ങുന്ന പ്രേക്ഷക പിന്തുണയുള്ള മത്സരാർത്ഥികളെ ഏതു വിധേനയും മറ്റു മത്സരാർത്ഥികളെ കൊണ്ടുപോലും പ്രവോക്ക് ചെയ്ത് പുറത്താക്കാൻ തക്ക വിധത്തിലേക്ക് പോകുന്നൊരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്, നീ ആരാ കടന്ന് ചിലയ്ക്കാൻ, നീ ബിഗ് ബോസിൽ പോയവളാണോ, നീ ബിഗ് ബോസിനെ പറഞ്ഞ് റീച്ച് കൂട്ടാനിരിക്കുന്നവളാണ്, ഏഷ്യാനെറ്റിനെ പറഞ്ഞ് റീച്ച് കൂട്ടാനിരിക്കുന്നു, അതേപോലെ തന്നെ മോഹൻലാലിനെ പറഞ്ഞ് റീച്ച് കൂട്ടാനിരിക്കുന്നു എന്നൊക്കെ ആയിരുന്നു പ്രേക്ഷകരും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനൊന്നും ഞാൻ വലിയ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. കാരണം വിവരദോഷം ഒരു കുറ്റമല്ലല്ലോ. ഞാൻ തിന്നുന്നത് ചോറ് തന്നെയാണ്. നമുക്കൊരു കാര്യം കാണുമ്പോൾ അതിനകത്തിൽ എത്ര ജെനുവിനിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ PhD എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാമാന്യം ഇച്ചിരി കോമൺ സെൻസ് മാത്രം മതി. അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇപ്പോഴിത് അഖിൽ മാരാർ വന്ന് വിശദ വിവരം തെളിവുകൾ ഉൾപ്പെടെ ബിഗ് ബോസിനെ പറ്റിയിട്ട് പറയുന്നു. എന്നിട്ട് അഖിൽ മാരാർ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, എനിക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് കളിക്കുകയാണോ? അദ്ദേഹത്തിന് നിലയും വിലയും നോക്കണ്ടേ? അദ്ദേഹം നല്ലൊരു മനുഷ്യനല്ലേ? അദ്ദേഹത്തിനെ ഇങ്ങനെ നിർത്തി കളിക്കാമോ? അത് വളരെ തെറ്റാണ് നമ്മുടെ അഖിൽ മാരാർ പറഞ്ഞത്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഇവന്മാരെ താങ്ങാനിരിക്കുന്നത്? ഇവന്മാരെ താങ്ങേണ്ട കാര്യം അദ്ദേഹത്തിന് എന്താണ്? ഇത്രയും ആരാധകരുള്ളൊരു വ്യക്തി ഈ ഏഷ്യാനെറ്റിനെ ബിഗ് ബോസിനെ താങ്ങി നിൽക്കുക എന്ന് പറയുന്നത് അത് അത്ര അത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഒരു മൗനസമ്മതം മോഹൻലാൽ അപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇതിനെല്ലാം. അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് കണ്ണും പൂട്ടി മിണ്ടാതിരിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ളൊരു സാധാരണ വ്യക്തിയല്ലല്ലോ മോഹൻലാൽ. കോടിക്കണക്കിന് ആരാധകരുള്ള എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഈ കോമാളി ഷോയിൽ ഈ കോമാളിത്തരത്തിന് ഇവർ കാണിക്കുന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഇതിൽ മോഹൻലാലിനും പങ്കുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്നൊരു മഹാനടൻ എന്നെ മുന്നിൽ നിർത്തി കളിക്കാൻ അവർക്ക് ഒരിക്കലും ധൈര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരാളെ ആക്രമിക്കുന്ന കാര്യങ്ങൾ ഒരു ഉളുപ്പും കൂടാതെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ കൂടെ പുറത്തേക്ക് സംപ്രേഷണം ചെയ്തിട്ട് പോലും നിയമം പോലും മാറി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല. ഈ ഷോ എന്നേ നിർത്തി അടച്ചുപൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഉന്നതന്മാരുടെ ഇടപെടൽ മൂലം ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം മറ്റ് ചെറുകിട ചാനലുകൾ വല്ലതും ആണെങ്കിൽ എപ്പോഴും അടച്ചു പൂട്ടി സീലും വെച്ചേനെ, എപ്പോഴും ഈ റിയാലിറ്റി ഷോ തന്നെ നിർത്തലാക്കിയേനെ. അപ്പം ഏഷ്യാനെറ്റിന് എന്തുമാകാം, ഏഷ്യാനെറ്റിൻ്റെ അണിയറ പ്രവർത്തകർക്കും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്കും എന്തുമാകാം എന്നുള്ളൊരു ധാർഷ്ട്യമാണ് ഇതിനെല്ലാം കാരണം. പ്രേക്ഷകരുടെ വിധിപ്രകാരം പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം നടത്തുന്നൊരു ഷോ എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരെ മുൻനിർത്തിക്കൊണ്ട് കളിക്കുന്ന ഒരു നെറികെട്ട കളിയാണിത്. ഈ കളിക്കെതിരെ നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ശക്തമായ രീതിയിൽ ഒന്നിച്ചു നിൽക്കേണ്ടതാണ്.